വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോകുന്നു. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ മറ്റൊരു അറസ്റ്റ് കൂടി നടന്നിരിക്കുന്നു. ശബരിമല മുൻ കമ്മീഷണറും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമായ എൻ വാസുവിനെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കട്ടിളപ്പാളി കടത്തൽ കേസിലാണ് അറസ്റ്റ് നടന്നിരിക്കുന്നത്. ഈ കേസിൽ മൂന്നാം പ്രതിയാണ് എൻ വാസു. ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം ഏറ്റെടുത്തത് മുതൽ വാസുവിൻ്റെ അറസ്റ്റ് ഇന്നുണ്ടാകും, നാളെയുണ്ടാകും എന്ന് പൊതുവിൽ ഒരു സംസാരമുണ്ടായിരുന്നു. എന്തായാലും ഏറ്റവും ഒടുവിൽ എൻ വാസുവിനെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അറസ്റ്റ് ചെയ്തിരിക്കുന്നു. വാസുവിൻ്റെ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഈ കട്ടിളപ്പാളി കടത്തലിലുണ്ട് എന്നാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മനസ്സിലായത്. നേരത്തെ അറസ്റ്റിലായ എക്സിക്യൂട്ടീവ് ഓഫീസറും അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും മുരാരി ബാബുവും സുധീഷ് കുമാറും വാസുവിന് എതിരെ മൊഴി നൽകിയിരുന്നു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്. അതുകൊണ്ട് തന്നെ വാസുവിൻ്റെ അറസ്റ്റ് ഒഴിവാക്കാൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് സാധിച്ചില്ല. CPM നേതാവ് കൂടിയാണ്, CPM അനുഭാവി കൂടിയാണ് വാസു. നേരത്തെ PK ഗുരുദാസൻ മന്ത്രിയായിരുന്ന സമയത്ത് ഗുരുദാസൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. പ്രജിത് മോഹനിലേക്ക് പോകുന്നു. പ്രജിത്ത്, എൻ വാസു അറസ്റ്റിലായിരിക്കുന്നു. വാസുവിനെ എവിടെ നിന്നാണ് അറസ്റ്റ് ചെയ്തത്? ചോദ്യം ചെയ്യുന്നതിനിടെയാണോ അറസ്റ്റ്? എന്താണ് വിശദാംശങ്ങൾ? എൻ വാസുവിനെ എവിടെ നിന്നാണ് അറസ്റ്റ് ചെയ്തതെന്നുള്ള കാര്യത്തിൽ നമുക്കിപ്പോൾ വ്യക്തതയില്ല. എന്തായാലും അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തു എന്നുള്ളതാണ്, അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. നേരത്തെ ഈ അന്വേഷണ സംഘം എന്തുകൊണ്ട് വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പലപ്പോഴും ഉണ്ടായിരുന്നു. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്നുള്ള ആവശ്യം എൻ വാസു അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ സർക്കാരിലേക്ക് നേരത്തെ പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ചതാണ്. ഒരു തവണ ചോദ്യം ചെയ്ത് വിട്ടയക്കുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് വീണ്ടും ഹാജരാകാൻ നോട്ടീസൊക്കെ നൽകിയിരുന്നു. ഇതിനിടയിലാണ് വീണ്ടും ഇപ്പോൾ എൻ വാസുവിനെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം വ്യക്തമായിരിക്കുന്നത്. പക്ഷേ മറ്റ് വിവരങ്ങൾ ഈ അറസ്റ്റിന് ശേഷം എങ്ങോട്ട് കൊണ്ടുപോകുന്നടക്കമുള്ള കാര്യങ്ങൾ ഈ നിമിഷം നമുക്ക് വ്യക്തത വന്നിട്ടില്ല. ആദ്യഘട്ടത്തിൽ ഈ വാസുവിന് അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്ക് കടക്കാത്തതിന്റെ അല്ലെങ്കിൽ അതിനൊരു സാവകാശം വാസുവിന് നൽകുന്നതിനെതിരെ NSITക്കെതിരെ വലിയ വിമർശനങ്ങൾ. അതായത് വാസുവിനെതിരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെ അനുമാനിക്കാം. കാരണം ഈ വാസുവിലേക്ക് അന്വേഷണം എത്തുമോ എന്ന് തുടക്കത്തിൽ സംശയിച്ചിരുന്നു. CPMൻ്റെ പരിപൂർണ സംരക്ഷണം വാസുവിന് ലഭിച്ചിരുന്നു. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ CPM പശ്ചാത്തലമുണ്ട്. കുളക്കട പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു 2 തവണ എൻ വാസു. മാത്രമല്ല ശബരിമല സ്പെഷ്യൽ കമ്മീഷണറായിരുന്നു. ശബരിമല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധ്യക്ഷൻ ആയിരുന്നു. അപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട നിരവധി ചുമതലകൾ എൻ വാസു വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായി ഈ CPM പശ്ചാത്തലം ഉള്ളതുകൊണ്ടും അതുപോലെ തിരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വരുന്നത് കൊണ്ടും വാസുവിനെ അറസ്റ്റ് ചെയ്യാൻ ഒരുപക്ഷെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തയ്യാറാവില്ല എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്ത് വന്നിരുന്നു. പക്ഷേ അതെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വാസുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അതായത് മനസ്സിലാക്കേണ്ടത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ പക്കൽ വാസുവിനെതിരെയുള്ള കൃത്യമായ തെളിവുകളുണ്ട് എന്ന് തന്നെയല്ലേ? അങ്ങനെ തന്നെയാണ് അനിൽ. കാരണം ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള പങ്കുവഹിച്ച ഒരാളാണ് വാസു എന്നുള്ളതിന് അന്വേഷണ സംഘത്തിന് കൃത്യമായ തെളിവുകൾ ലഭിച്ചിരുന്നു. കൃത്യമായ മൊഴികളും അടക്കമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സ്വർണ്ണപ്പാളി കവർച്ച കേസിൽ, കട്ടിളപ്പാളി സ്വർണ്ണ കവർച്ച കേസിൽ 5ാം പ്രതിയായിട്ടുള്ള D സുധീഷ് കുമാർ, മുരാരി ബാബു എന്നിവരുടെ മൊഴികളിൽ വാസുവിനെതിരെ കൃത്യമായ മൊഴികൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കൃത്യമായ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. വാസുവാണ് ഈ പറയുന്ന രീതിയിൽ ഈ സ്വർണ്ണപ്പാളികളിൽ അല്ലെങ്കിൽ ഈ സ്വർണ്ണപ്പാളികളെ ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്താൻ നിർദ്ദേശം നൽകിയെന്നടക്കമുള്ള കണ്ടെത്തലുകൾ കൃത്യമായി ഉണ്ടായിരുന്നു. പിന്നീട് ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെ മെയിലുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പൊറ്റി ഈ ബാക്കിയുള്ള സ്വർണ്ണം ഉപയോഗിച്ച് മറ്റൊരു പെൺകുട്ടിയുടെ വിവാഹാവശ്യത്തിന് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് കാണിച്ച് വാസുവിനെ അയച്ചിരുന്ന മെയിൽ വന്നു എന്നുള്ള കാര്യം വാസുവും സ്ഥിരീകരിച്ചു. അതോടൊപ്പം തന്നെയാണ് ശബരിമലയിൽ നടന്ന തട്ടിപ്പ് വാസുവിന് അറിയാമെന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം പോകുന്നതും പിന്നീട് ഈ മൊഴികളുടെയൊക്കെ അടിസ്ഥാനത്തിൽ വാസുവിനെ പ്രതി ചേർക്കുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ ശബരിമലയിലെ മുൻ 2 തവണ ദേവസ്വം കമ്മീഷണറും അതോടൊപ്പം തന്നെ മുൻ ദേവസ്വം പ്രസിഡന്റുമായിരുന്ന വാസുവിനെ ഈഞ്ചക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയാണ് ഇപ്പോൾ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പുതിയതായി നമുക്ക് മനസ്സിലാക്കുന്നത്. നേരത്തെ തന്നെ വീണ്ടും ഹാജരാകാൻ നോട്ടീസ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ്
വാസുവിനെ വിളിച്ചു വരുത്തി അന്വേഷണ സംഘം ഈന്തക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക്, ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ഒരു ആസ്ഥാനം പോലെ പ്രവർത്തിക്കുന്ന തിരുവനന്തപുരം ഈന്തക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി അവിടെ വെച്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ കുറേ ദിവസമായി എല്ലാവരും ചോദിക്കുന്ന ഒരു വിഷയമായിരുന്നു. ഈ തട്ടിപ്പിൽ പ്രധാന പങ്ക് വഹിച്ച ഒരാളാണ് എൻ വാസു എന്നുള്ളതും, അതും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അതിവിശ്വസനായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിലും ഒക്കെ, അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്തുമൊക്കെ ആ ഒരു അഡ്രസ് ഉണ്ടായിരുന്ന, ഒരു CPM അഡ്രസ് ഉണ്ടായിരുന്ന നേതാവായിരുന്ന വാസുവിനെ അറസ്റ്റ് ചെയ്യാത്ത എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ കട്ടിളപ്പാളി കേസുമായി ബന്ധപ്പെട്ട് കേസിലെ 5ാം പ്രതിയായിട്ടുള്ള സുധീഷ് കുമാറും 6ാം പ്രതിയായ മുരാരി ബാബുവും ഒക്കെ റിമാൻഡിൽ തുടരുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ 3ാം പ്രതിയായ വാസു ആകട്ടെ അപ്പോഴും ഒരു അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നതിനപ്പുറത്തേക്ക് അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നില്ല എന്നുള്ളൊരു വിഷയവും അവിടെ നിലനിന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വാസുവിന്റെ അറസ്റ്റ് SIT സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത്. അതും ഈന്തക്കലിലെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയാണ് വാസുവിനെ അറസ്റ്റ് ചെയ്തത് എന്നുള്ളതാണ്. നേരത്തെ തന്നെ വാസുവിന്റെ അറസ്റ്റ് വേണം, അല്ലെങ്കിൽ വാസുവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരുന്നു. സർക്കാരിലെ അടക്കം കൃത്യമായി ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ശബരിമലയിലെ CPM നോമിനികളായിരുന്ന A പത്മകുമാറും N വാസുവും ഒക്കെ CPM-ന് വേണ്ടി ശബരിമലയും ദേവസ്വവും ബോർഡും ഒക്കെ ഭരിച്ചിരുന്നവരാണ്. ഇവർക്ക് മറുവാക്കില്ലാത്ത സാഹചര്യം പലപ്പോഴും ദേവസ്വം ബോർഡിലടക്കം ഉണ്ടായിരുന്നു, ശബരിമലയിലടക്കം ഉണ്ടായിരുന്നു. അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് കൂടിയാണ് ഈ അന്വേഷണ സംഘത്തിന്റെ ഈ നടപടി ഉണ്ടായത് എന്നുള്ളത് കൂടി കാണുമ്പോൾ അത് CPM-നും വലിയ തിരിച്ചടിയാണ്. പ്രത്യേകിച്ച് N വാസുവിനെ പോലെ അനിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ഒരു ഉദ്യോഗസ്ഥൻ 2 തവണ ദേവസ്വം കമ്മീഷണർ ആയിരിക്കുകയും പിന്നീട് ദേവസ്വം കമ്മീഷൻ സ്ഥാനമൊഴിച്ചതിന് ഏതാണ്ട് 7-8 മാസങ്ങൾക്കുള്ളിൽ ശബരിമല ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി അധികാരമേൽക്കുന്ന അത്രയ്ക്ക് സ്വാധീനമുള്ള, CPM-ൽ സംഘടനാപരമായിട്ട് സ്വാധീനവും ബന്ധവും ഒക്കെയുള്ള ഒരു CPM നേതാവ് തന്നെയാണ് എൻ വാസു. അപ്പോൾ എൻ വാസു അറസ്റ്റിലേക്ക് പോകുമ്പോൾ CPM-ന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ്, ഈ വിവാദമുണ്ടായ സമയത്ത് എൻ വാസു മാധ്യമങ്ങളോട് പ്രതികരിച്ചത്, അതായത് ഞങ്ങളുടെ ഡിബേറ്റിലും പങ്കെടുത്ത എൻ വാസു പറഞ്ഞത്, എനിക്കിതുമായി ഒരു ബന്ധവുമില്ല, ഞാനായിരുന്നില്ല അക്കാലത്ത് ദേവസ്വം പ്രസിഡന്റ് എന്നാണ് പറഞ്ഞത്. പക്ഷേ ആ സമയത്ത് ശബരിമലയിലെ കമ്മീഷണറായിരുന്നു, ദേവസ്വം കമ്മീഷണറായിരുന്നു എൻ വാസു. അത് അദ്ദേഹം മറച്ച് വെച്ചു. മാത്രമല്ല, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയ സ്വർണത്തിൽ ഒരു വിഹിതം ഒരു പാവപ്പെട്ട ഒരു നിർധനയായ പെൺകുട്ടിയുടെ വിവാഹത്തിന് ഉപയോഗിക്കാമോ, ചെലവാക്കാമോ എന്ന് ഒരു സംശയം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു, രേഖാമൂലം ഉണ്ടായിരുന്നു. അന്ന് വാസുവാണ് അന്നത്തെ തിരുവാഭരണം കമ്മീഷണറോട് ഇതിലെന്ത് നടപടി സ്വീകരിക്കണം എന്ന് നിർദ്ദേശിച്ചത്. അതിനുശേഷം അത് കൊടുക്കാം, ആ സ്വർണം ചെലവഴിക്കാം എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് പറയുകയും ചെയ്തു. അത്തരത്തിലൊരു നിർദ്ദേശം നൽകിയതും വാസുവായിരുന്നു. അപ്പോൾ അന്നേ സംശയത്തിൻ്റെ നിഴലിലായിരുന്നു എൻ വാസു. പക്ഷേ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്, എനിക്കിതിലൊന്നും പങ്കില്ല, ഞാനായിരുന്നില്ല അക്കാലത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നൊക്കെയായിരുന്നു. പക്ഷേ ഞാൻ ആവർത്തിച്ച് ചോദിക്കുകയാണ്, കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കില്ലേ CPM പശ്ചാത്തലമുള്ള എൻ വാസുവിനെ അറസ്റ്റ് ചെയ്ത് വാസുവിൻ്റെ അറസ്റ്റ് ഒഴിവാക്കിയാണെങ്കിൽ ഒരുപക്ഷെ അത് CPM-ന് വലിയ മറുപടി നൽകേണ്ടി വരുമായിരുന്നു. കാരണം CPM ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിലെ പ്രതികളെ സംരക്ഷിക്കുന്നു എന്നൊരു ആരോപണം, ഒരാക്ഷേപം ഉയരാനുള്ള സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് ഗത്യന്തരമില്ലാതെ വാസുവിൻ്റെ അറസ്റ്റിന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് അനുമതി നൽകിയതായിരിക്കില്ലേ ആഭ്യന്തര വകുപ്പ്? മാത്രമല്ല, ഹൈക്കോടതിയുടെ കൃത്യമായ നിരീക്ഷണങ്ങളും ഉണ്ട്. അനിൽ, ഇതിലൊരു പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത്, കാരണം ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് വാസുവിന് നിർണായക പങ്കുണ്ട് എന്നുള്ള കണ്ടെത്തലിൽ തന്നെയാണ്, അതിനുള്ള തെളിവുകൾ തന്നെയാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് വാസുവിന്റെ ശുപാർശയിലാണ് ദേവസ്വം ബോർഡ് ഈ പറയുന്ന രീതിയിൽ ഈ സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുക്കാൻ തീരുമാനിക്കുന്നതും, അല്ലെങ്കിൽ ആ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി എൻ വാസു അവിടെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ സ്വർണ്ണപ്പാളികൾ ചെമ്പെന്ന് രേഖപ്പെടുത്തുന്നതും എൻ വാസുവിന്റെ നിർദ്ദേശപ്രകാരമാണ് എന്നുള്ളതിന് കൃത്യമായ മൊഴികളുണ്ട്. അതുപോലെ അന്നത്തെ
ഈ പറയുന്ന രേഖകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തെളിവുകളൊക്കെ അന്വേഷണ സംഘത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ അന്വേഷണ സംഘം വാസുവിനെ കസ്റ്റഡിയിലെടുത്തുള്ള ചോദ്യം ചെയ്യലിലേക്ക് പോകണം എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചിരുന്നു. അവരുടെ ഈ സ്റ്റാൻഡ്, ഈ നിലപാട് അവർ സംസ്ഥാന സർക്കാരിനെ അറിയിച്ചത് ആദ്യം പുറത്തു കൊണ്ടുവന്നത് ജനം ടിവിയാണ്. നമ്മളാണ് ആ വാർത്തയും നൽകിയിരുന്നത്. അങ്ങനെ സർക്കാരിനോട് പോലും വാസുവിനെ കസ്റ്റഡിയിലെടുത്തുള്ള ചോദ്യം ചെയ്യൽ അനിവാര്യമാണെന്ന് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരുന്നു എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. ഒപ്പം ഈ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള സമയപരിധി ഇനി ഏതാണ്ട് രണ്ടാഴ്ചകൾ മാത്രമാണ് ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും അതിനുള്ളിൽ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അടുത്ത നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു അന്വേഷണ സംഘത്തിന്റെ ഒരു ഏകദേശം ഒരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കേണ്ട സമയവുമായിരിക്കുന്നു. അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ എൻ വാസു അടക്കം ഈ കേസിലെ മൂന്നാം പ്രതിയായിട്ടുള്ള, പ്രത്യേകിച്ച് കച്ചളപ്പാള കവർച്ച കേസിൽ, ഈ ശബരിമല സ്വർണ്ണക്കടത്തിൽ ദേവസ്വം ബോർഡ് നേരിട്ട് പ്രതിയാകുന്ന കേസിൽ എൻ വാസുവിനെ കസ്റ്റഡിയിൽ എടുക്കുന്ന അല്ലെങ്കിൽ എൻ വാസുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്താൻ